നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീല, ഒരു വാർത്ത കണ്ടിരുന്നു. നമ്മുടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളൊക്കെ മാറ്റുകയാണ്. അപ്പൊ പുതിയ ആൾക്കാരെ എടുക്കുകയാണ്. ഈ നേരത്തെ തന്നെ ഇങ്ങനെ ആരോപണങ്ങൾ പലരും ഓൺലൈൻ മീഡിയകളിൽ വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷൻ ഉറപ്പിച്ച ശേഷം മാറ്റി ഒരു 5 വർഷത്തെ ഭരണകാലത്തിനിടയ്ക്ക് എത്ര പേഴ്സണൽ സ്റ്റാഫ് വേണം ഒരു മന്ത്രിസഭയ്ക്ക്? 1994 മുതലാണ് ഇങ്ങനെ പേഴ്സണൽ സ്റ്റാഫുകളുടെ നിയമനം തുടങ്ങിയത്. ഈ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് 2 വർഷവും 1 ദിവസവും പൂർത്തീകരിക്കപ്പെട്ടാൽ അത് 3 വർഷമായി കണക്കാക്കിക്കൊണ്ട്, സാധാരണഗതിയിൽ പെൻഷന് 3 വർഷമാണ് കാലാവധി വേണ്ടത്. ആ 3 വർഷമായി കണക്കാക്കിക്കൊണ്ട് 2 വർഷം 1 ദിവസവും ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 3 വർഷമായി കണക്കാക്കിക്കൊണ്ട് പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ ഉറപ്പാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് വലിയ രീതിയിൽ ഈ പാർട്ടിക്ക് ഗുണം ചെയ്യുന്നുണ്ട്. കാരണം ഈ 5 വർഷത്തെ ഭരണത്തിനിടയിൽ 3 തവണ വേണമെങ്കിൽ പേഴ്സണൽ സ്റ്റാഫുകളെ അത്തരത്തിൽ മാറ്റാവുന്നതാണ്. അപ്പോൾ അത്രയേറെ സ്റ്റാഫുകൾ, ഏതാണ്ട് 1.5 കോടി 1,64 ലക്ഷം രൂപ എങ്ങാണ്ടാണ് പേഴ്സണൽ സ്റ്റാഫുകൾക്ക് മാത്രം ശമ്പളം കൊടുക്കാനായി ഇപ്പോൾ സർക്കാർ ചെലവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 1,60,000 രൂപ മുതലുള്ള ശമ്പളം വാങ്ങിക്കുന്ന സ്റ്റാഫുകൾ ഇന്ന് ഉണ്ട്. പ്രത്യേകിച്ച് യാതൊരു വിദ്യാഭ്യാസ യോഗ്യതയും ഇതിനാവശ്യമില്ല. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പാർട്ടി കളിച്ച് നടക്കുന്ന സാധാരണക്കാരായ എല്ലാവർക്കും ഒരു വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാതെ ഒരു പെൻഷൻ ഉറപ്പാക്കുന്ന ഒരു പദ്ധതി, 2 വർഷം വലിയ ശമ്പളം കിട്ടും, അതിന് ശേഷം അവർക്ക് പെൻഷനും കിട്ടും. അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ഈ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ കൊടുക്കുന്നതിലൂടെ ഉറപ്പാക്കുന്നത്. ഇതിനെതിരെ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴും അത്തരത്തിൽ തന്നെയാണ് നീക്കം നടത്തുന്നത്. ഏതാണ്ട് ഇപ്പോൾ 2 മന്ത്രിമാർ മാറുന്നുണ്ട്. ഇപ്പോൾ ചില ടീമുകളിൽ മന്ത്രിമാർ മാറും. അപ്പോൾ ഈ മന്ത്രിമാർ മാറുമ്പോഴും ഈ പേഴ്സണൽ സ്റ്റാഫുകളെ അവർക്ക് വേറെ പേഴ്സണൽ സ്റ്റാഫുകളെ വെക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പാർട്ടികൾക്ക് ഗുണകരമാകുന്ന ഒരു സംവിധാനമാണ് ഈ പേഴ്സണൽ സ്റ്റാഫ് നിയമനം. കാരണം എല്ലാ തരത്തിലുള്ള നിയമനങ്ങളും കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന നിയമനങ്ങളിലെല്ലാം നമ്മൾ കാണുന്നതാണ്. എല്ലാ നിയമനങ്ങളിലും അഴിമതിയുണ്ട്. ആ അഴിമതിയുള്ള നിയമനത്തിന്റെ കൂടെ അതിലേറെ അഴിമതിയുള്ള ഒരു നിയമനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ സർക്കാരിന് മാത്രമേ ഇത്തരത്തിലുള്ള പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ ഉറപ്പാക്കുന്ന പദ്ധതിയുള്ളൂ. ജീവിതകാലം മുഴുവൻ ഈ പെൻഷൻ ഒരാൾക്ക് കൊടുക്കണം. അതാണ് ഒരാളുടെ സംശയം. ചോദിച്ചോട്ടെ, ഈ LDF സർക്കാരാണോ ഇതിന് കൂടുതൽ ഇങ്ങനെ ചെയ്യുന്നത്? അത് UDF സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് അവരും ഇങ്ങനെ എല്ലാ സർക്കാരും തരാതരങ്ങളായി ചെയ്യും. പക്ഷെ UDF-കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ UDF ആണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ ഈ LDF-കാരൊന്ന് പേടിപ്പിച്ചാൽ പേടിക്കുന്നവരാ UDF-കാർ. പക്ഷെ LDF-നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടതല്ലേ, മുഖ്യമന്ത്രിയുടെ മകള്, മുഖ്യമന്ത്രി ഒക്കെ ആരോപണ നിഴലിലാകും. UDF-കാരെ പേടിപ്പിക്കാനും പോവില്ല. UDF-കാർ പേടിപ്പിക്കാൻ പോവില്ല. പേടിപ്പിക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് ഇല്ലതാനും. അതുപോലെ തന്നെ നേരെ മറിച്ച് പാർട്ടിയിൽ നിന്നുള്ളവർ പോലും ചോദ്യം ചെയ്യാൻ ഭയക്കുന്ന നേതാക്കന്മാരാണ് പിണറായി വിജയനും മകളും ഒക്കെ. മകൾ നേതാവല്ലെങ്കിലും മകളുടെ അഡ്രസ്സ് പോലും AKG സെന്ററിന്റെ അഡ്രസ്സാണ് നമ്മൾ കണ്ടതാണ്. അപ്പോ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടൊക്കെ ആരോപണം ഉയർന്നപ്പോഴും കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ പോലും തള്ളിപ്പറഞ്ഞപ്പോൾ പിണറായി വിജയന്റെ മകളെ പാർട്ടി സംരക്ഷിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ അഴിമതി ഇതൊരു വലിയ അഴിമതി തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം യാതൊരു വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാത്തവർക്ക് ഇതേ തരത്തിൽ ശമ്പളവും പെൻഷനും ഉറപ്പാക്കുന്ന ഒരു പദ്ധതി അത് പാർട്ടിക്ക് ഗുണകരമാണ്. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വളർത്താൻ ഇതിന് ശേഷമാണെങ്കിൽ അവർക്ക് നടന്ന പാർട്ടി വളർത്തിയാൽ മതി, നല്ലൊരു പെൻഷൻ ഉറപ്പാക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഗുണകരമാകുന്ന ഒരു പദ്ധതി എന്നതിനപ്പുറത്തേക്ക് സർക്കാർ ഖജനാവിന് ദോഷകരമാകുന്ന ഒരു പദ്ധതി. എത്ര വർഷമാണ് ഇതിന്റെ ഒരു ഭാരം ആലോചിച്ച് നോക്കൂ. ഒരാൾക്ക് ഒരു 40 വയസ്സിൽ പേഴ്സണൽ സ്റ്റാഫായി കയറുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതകാലം മുഴുവൻ 10-50 വർഷമെങ്കിലും, ഏറ്റവും കുറഞ്ഞത് ആയുർദൈർഘ്യമുള്ള ഒരു 50 വർഷമെങ്കിലും അയാൾ വീണ്ടും പെൻഷൻ വാങ്ങിക്കുകയാണ്. 2.5 വർഷത്തെ സർവീസ് കൊണ്ട്. നേരെ മറിച്ച് ഇവിടുത്തെ സർക്കാർ ജീവനക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. അവർ ഇത്രയും കാലം സെർവ് ചെയ്തതിന് ബാക്കി കിട്ടുന്നതാണ്. പ്രൈവറ്റ് കിട്ടുന്ന അത്രയും സാലറി എന്തായാലും ഗവൺമെന്റ് കിട്ടില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സെക്യൂരിറ്റി എന്നൊരു ആസ്പെക്റ്റിൽ മാത്രമാണ് അവർ പെൻഷന്റെ ഇതിലേക്ക് വരുന്നതും. അത് മാത്രമല്ല ആ പെൻഷനാണ് പലപ്പോഴും ആകർഷണീയമായ കാര്യമാകുന്നത്. വേറൊരു സംശയം, ഇപ്പൊ പങ്കാളിത്ത പെൻഷൻ ഈ പേഴ്സണൽ സ്റ്റാഫിന് ഏത് തരത്തിലുള്ള പെൻഷൻ? അല്ലാത്ത പെൻഷനാണ്, പങ്കാളിത്ത പെൻഷൻ അല്ല. അവിടെയാണ് നമുക്ക് സംശയം ഉണ്ടാവുന്നത്. ഇത് വളരെ കൃത്യമായി ഇത് നിർത്തലാക്കണം എന്ന ആവശ്യം വന്നപ്പോഴും പേഴ്സണൽ സ്റ്റാഫുകളെ വെച്ചോട്ടെ, ആ കാലയളവിൽ ശമ്പളം കൊടുത്തോട്ടെ. മാത്രമല്ല പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ്. അതാണ് ഓരോ മന്ത്രിമാർക്കും ഇത്രയും പേഴ്സണൽ സ്റ്റാഫുകൾ വേണോ? അതുകൂടാതെ ഇപ്പൊ നമുക്കറിയാം മുഖ്യമന്ത്രിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി PRD ഉണ്ട്, മുഖ്യമന്ത്രി പ്രൊമോട്ട് ചെയ്യാൻ. ഈ PRD നിലനിൽക്കുമ്പോഴും മുഖ്യമന്ത്രിക്ക് സെപ്പറേറ്റ് സോഷ്യൽ മീഡിയ വിങ് എന്ന് പറഞ്ഞിട്ടും അത്തരത്തിൽ വീണ്ടും വീണ്ടും ഖജനാവിന് നഷ്ടം ഉണ്ടാക്കുന്ന രീതിയിൽ ആൾക്കാരെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ ഇങ്ങനെ ഈ സ്ഥാപനങ്ങളിലും പല സ്ഥാപനങ്ങൾ ഉണ്ടാക്കി പോലും, അതായത് PRDക്ക് പകരം PRD ഉള്ളപ്പോ, PRD ഇത്രയും സ്ഥിരം നിയമനമുള്ള പെൻഷൻ വാങ്ങിക്കുന്ന PRD, സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കേണ്ട PRD ഉള്ളപ്പോൾ പോലും പ്രത്യേകം വിങ് വെച്ചുള്ളത്. പാർട്ടി വെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം.
CPM-CPM വേണ്ടി അവരുടെ വാദഗതികൾ ഉന്നയിക്കാൻ വേണ്ടി ആൾക്കാരെ വെച്ചോട്ടെ. പക്ഷെ സർക്കാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി, അതായത് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം ചെലവാക്കിക്കൊണ്ട് വീണ്ടും ഒരു സോഷ്യൽ മീഡിയ ടീം, എത്ര പേരാണ് ജോലി ചെയ്യുന്നത് അറിയോ കേരളത്തിലെ? 1.5 ലക്ഷത്തിലേറെ മാത്രമല്ല, ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, PWD എല്ലായിടത്തും ശമ്പളം കൊടുത്ത് സർക്കാർ ജീവനക്കാർക്ക് പുറമെ ഈ പറഞ്ഞതുപോലെ പല പല വിങ്ങുകളും അതിലേക്ക് കോൺട്രാക്ട് ബേസിൽ ഒരുപാട് പാർട്ടിക്കാരെയും ജോലിക്ക് തിരികെ കയറ്റുന്നു. അതെ, അതുപോലെ ഒരു തിരികെ കയറ്റലാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു വ്യത്യാസമില്ല. നമുക്കറിയാം, ഏതാണ്ട് 1,60,000 വരെ ശമ്പളമുള്ളവരുടെ ഈ ജോലിക്ക് ഒരു പ്രത്യേകത, യാതൊരു നിബന്ധനയുമില്ല. വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമേ അല്ല. ഇന്റർവ്യൂ ഒക്കെ നടത്തിയാണോ ഇത് എടുക്കുന്നത്? ഇന്റർവ്യൂ നടത്തിയല്ല, അവര് പാർട്ടിയുടെ നിയമനമാണ്. പാർട്ടിയാണ് പറയുന്നത് ഇന്ന ആളെ അങ്ങ് നിയമിച്ചോളാൻ പറയുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 5,000 രൂപയിലധികമാണ് ഇവർക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തന്നെ. പങ്കാളിത്ത പെൻഷൻ വരുമ്പോ അവരിൽ നിന്ന് കോൺട്രിബ്യൂട്ടറി പെൻഷൻ, പങ്കാളിത്ത പെൻഷൻ വന്ന സമയത്ത് എങ്ങനെയാണ് പങ്കാളിത്ത പെൻഷൻ അവരിൽ നിന്ന് പിരിച്ചെടുത്തുകൊണ്ടാണ് പെൻഷൻ അവർക്ക് തിരിച്ചു നൽകുന്നത്. അത്തരത്തിൽ സർക്കാർ ജീവനക്കാർ കഷ്ടപ്പെടുമ്പോഴാണ് ഇങ്ങനെ ഒരു വിഭാഗം ഇത്തരത്തിൽ പെൻഷനുമായി മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഒക്കെ ആയിട്ട് ഏതാണ്ട് 362ഓളം പേഴ്സണൽ സ്റ്റാഫുകൾ ഉണ്ട് ഇപ്പോ നിലവിൽ. ഈ 362 പേരെ മാറ്റി അടുത്ത 362 പേര് വരാനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത്. അപ്പൊ ഒരു കാലയളവിൽ തന്നെ ഏതാണ്ട് 700ഓളം പേർക്ക്, 700-ലധികം പേർക്ക് ജോലി നൽകേണ്ടി വരികയാണ്. ഇത്രയും പേർക്ക് പെൻഷൻ നൽകേണ്ടി വരികയാണ്. 2 വർഷം 1 മാസവും കഴിഞ്ഞ് അവർക്ക് പെൻഷൻ ആവും. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, ഖജനാവിന് ഭീമമായ നഷ്ടം വരുന്ന ഈ പെൻഷൻ പദ്ധതി യഥാർത്ഥത്തിൽ ഇത് നിർത്തലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പെൻഷൻ നിർത്തലാക്കണമെന്നാണോ, അത് ഈ 2 വർഷം കഴിയുമ്പോഴുള്ള ഈ മാറ്റി നിയമനങ്ങൾ നിർത്തലാക്കുകയാണ്? രണ്ടും നിർത്തലാക്കണം. പേഴ്സണൽ സ്റ്റാഫുകൾ വേണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 5 വർഷം അവർ ജോലി ചെയ്തോട്ടെ. മറ്റൊരു ആവശ്യത്തിനുള്ള പേഴ്സണൽ സ്റ്റാഫുകളെ സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ സർക്കാർ സർവീസിൽ നിരവധി ഉദ്യോഗസ്ഥരുണ്ട്. ഏറ്റവും അധികം ഈ ഖജനാവിൽ നിന്ന് കൊടുക്കുന്നത് തന്നെ ഈ ശമ്പള ഇനത്തിൽ തന്നെയാണ്. അതെ. അപ്പോ ഈ ഡെപ്യൂട്ടേഷനിൽ ആൾക്കാരെ പല സ്ഥലത്തേക്ക് മാറ്റി നിയമിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് അതിന് യോഗ്യതയുള്ളവരെ സർക്കാർ ജീവനക്കാരെ തന്നെ ഡെപ്യൂട്ടേഷനിൽ നിയമിച്ച അത് 1% ഉണ്ട്. കുറച്ചുപേര് സർക്കാർ ജീവനക്കാർ തന്നെ ഡെപ്യൂട്ടേഷന് വരുന്നവരുണ്ട്. പക്ഷേ പേഴ്സണൽ സ്റ്റാഫുകളായി അല്ലാതെ പുറത്തു നിന്നുള്ള രാഷ്ട്രീയ നിയമനങ്ങളും ഉണ്ട്. അപ്പൊ ആ രാഷ്ട്രീയ നിയമനങ്ങളുടെ പ്രശ്നമാണിത്. ഡെപ്യൂട്ടേഷൻ വരുന്നവരുണ്ട്, പക്ഷെ ഇതും അങ്ങനെയുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, UDF സർക്കാരിന്റെ കാലത്ത് 623 പേഴ്സണൽ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവര് സർക്കാർ ഒട്ടും അവരും ഇങ്ങനെ 2 വർഷം കഴിയുമ്പോൾ മാറ്റി എടുക്കാറുണ്ട്. തീർച്ചയായും എടുക്കാറുണ്ട്. പക്ഷെ ഇത് മൊത്തത്തിൽ നിർത്തലാക്കണം. UDF ആയാലും LDF ആയാലും സർക്കാരിന് ഭീമമായ നഷ്ടമുണ്ടാക്കുന്ന ഈ നടപടി നിർത്തലാക്കേണ്ടതാണ് എന്ന ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. അതാണ് ഇത് ഒരു പ്രശ്നം. അത് മാത്രമല്ല, ഏതാണ്ട് ഇവരുടെ ശമ്പളത്തിന് 42 കോടിയോളം രൂപ വേണമെന്നാണ് ഒരു നിയമസഭാ കാലയളവിൽ ഏതാണ്ട് 42 കോടിയോളം രൂപ ശമ്പള ഇനത്തിൽ മാത്രം ഇവർക്ക് ചെലവാകുന്നുണ്ട്. ഇതിൽ 7% DAയും 10% HRAയും മെഡിക്കൽ റീഇംബേഴ്സ്മെന്റും ഉണ്ട് ഈ സർക്കാർ ഈ പേഴ്സണൽ സ്റ്റാഫുകളായി നിയമിക്കുന്നവർക്ക്. അതുകൂടാതെ സർക്കാർ ക്വാർട്ടേഴ്സുകൾ നൽകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന് മാത്രം 14 സ്റ്റാഫുകളുണ്ട്. ഇതിന്റെയൊക്കെ ഇത്രയും സ്റ്റാഫുകൾ എന്താണ് അതിനുവേണ്ടി എന്ത് പണിയാണ് അവിടെ ഉള്ളത്? അതാണ്. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, മുഖ്യമന്ത്രി ആയാലും, മുഖ്യമന്ത്രിക്ക് പിന്നെയും പറയാൻ നമുക്ക് സർക്കാരിന് എങ്കിലും PRD ഉണ്ട്. അപ്പോഴും ഇത്രയും പേഴ്സണൽ സ്റ്റാഫുകളുടെ ആവശ്യമുണ്ടോ എന്ന്. പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണവും ഇത്രയാണ്. അതെ, അതുകൊണ്ട് തന്നെയായും പ്രതിപക്ഷം എങ്ങനെയാണ് ഇതിനെതിരെ ശബ്ദം ഉയർത്തുക? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവർ ഈ പരസ്പരം ഒരു ആർക്കും രാജ്യം നന്നാക്കണമെന്നോ അല്ലെങ്കിൽ സംസ്ഥാനം നന്നാക്കണമെന്നോ ഉള്ള ആവശ്യത്തിലല്ല പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് ഇപ്പൊ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്, അല്ല രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത്, ചാരിറ്റി പ്രവർത്തനവുമായി വരുന്നത് എല്ലാം പണ്ടത്തെ കാലത്തിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇപ്പൊ ഒരു NGO നടത്തുക ഒരു സ്വയം തൊഴിൽ കണ്ടെത്തലാണ്. രാഷ്ട്രീയ തീർച്ചയായും അതെ, കോടികൾ ഉണ്ടാക്കാനുള്ള ഒരു സ്വയം തൊഴിൽ കണ്ടെത്തൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്ന പോലെയാണ് ഇപ്പൊ പലരും രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ എനിക്ക് നേരിട്ടറിയുന്ന ബിജെപിയുടെ നേതാക്കന്മാരൊക്കെ എന്ന് വെച്ചാൽ ബസ്സിൽ കയറി ചെറിയ തോൾസഞ്ചിയുമായി യാത്ര ചെയ്ത് ഒറ്റമുണ്ട് കൊടുത്ത് യാത്ര ചെയ്ത് വരുന്നതാണ്. എന്നാൽ ഇന്നത്തെ അവസ്ഥയോ? അപ്പോ അതിൽ നമുക്ക് മനസ്സിലായി, ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ബിജെപിയുടെ യോഗങ്ങൾ നടക്കുമ്പോൾ പോലും നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ പൊതിച്ചോറ് കൊണ്ടുപോയിട്ടാണ്. അതൊരു 2000 എനിക്ക് തോന്നുന്നു 2013-14 കാലഘട്ടം വരെ പൊതിച്ചോറിന്റെ രാഷ്ട്രീയം ബിജെപിക്കും ഉണ്ട്. ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അത് രാഷ്ട്രീയം ഉണ്ടോ എന്ന് അത് ചിന്തയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ എങ്കിൽ പോലും പൊതിച്ചോറായിരുന്നു അന്ന് നമ്മൾ വീടുകളിൽ നിന്ന് കൊടുത്തു വിട്ടിട്ടാണ് അവിടെ ആഹാരം കഴിച്ചത്. പക്ഷെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിനിടയിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളും ആ ഒരു സംസ്കാരത്തിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറിയിട്ടുണ്ട്. അപ്പോ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഇവരാരും പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളെ സേവിക്കാനോ ഒന്നുമല്ല. 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർക്ക് ഫെയിം കിട്ടുക, അവര് വലിയ ഒരു സ്വാധീന ശക്തിയായി നിലകൊള്ളുക. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് ധനസമാഹരണമാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് ചാരിറ്റിയുടെ മറവിലായെങ്കിലും
അപ്പോൾ ആ കാര്യത്തിൽ വ്യത്യസ്തത പുലർത്തുന്നത് എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ. അദ്ദേഹം ചാരിറ്റി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പണം കൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ മാത്രമേ ഞാൻ ഒരു ചാരിറ്റി പ്രവർത്തകൻ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഈ ചില ചാരിറ്റി പ്രവർത്തകർ വന്നിട്ട് കാണിക്കുന്നത് കണ്ടാൽ അവരവരുടെ വീട്ടിൽ നിന്നെടുത്ത് കൊടുക്കുന്നത് പോലെയാണ്. നാട്ടിലുള്ളവരോട് മുഴുവൻ പണം വാങ്ങി അവർ ഒരു ഫെയിം ഉണ്ടാക്കുകയാണ്. അവർ മറ്റു കാര്യങ്ങൾക്ക് അവർക്ക് പണം ഉണ്ടാക്കുന്നു, ഫെയിം ഉണ്ടാക്കുന്നു, അതിനുള്ളൊരു മാർഗമായി ചാരിറ്റി. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഒരു അതെ, ഷാജഹാൻ. ഈ ഷാജഹാൻ നിലമ്പൂർ ഞാൻ അയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഇതിന് ശേഷമാണ് ഞാൻ നോക്കുന്നത്. അയാൾ ഇങ്ങനെ ഈ സിനിമ സ്റ്റൈലിലാണ് വന്നിറങ്ങി പാട്ടുവിട്ട് BGM ഒക്കെ ഇട്ട് വളരെ നാടകീയമായാണ് പല സ്ഥലങ്ങളിലും സ്വയം പ്രഖ്യാപിത ഹീറോസ് ആവുകയാണ്. അവിടെയാണ് നമുക്ക് ഈ വിഷയം പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആ ഷാജഹാൻ പറയുന്നത് ഈ ആ സ്ത്രീക്ക് വേണ്ടി അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇയാൾ വീഡിയോ ചെയ്തപ്പോൾ ഇയാളും ഇയാളുടെ സുഹൃത്തും ചേർന്നിട്ടുള്ള ജോയിന്റ് അക്കൗണ്ട് കൂടി അതിൽ കൊടുത്തിരുന്നു. ശരിക്കും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം ആരാണോ ഇതിന് അർഹരായവർ അവരുടെ അക്കൗണ്ട് ഇയാൾ എന്തുകൊണ്ട് ഇയാളുടെ സുഹൃത്തിന്റെയും കൂടി ചേർന്നുള്ള ജോയിന്റ് അക്കൗണ്ട് നമ്പർ ഇതിൽ കൊടുത്ത് ധനസമാഹരണം നടത്തി എന്നത് ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയവും ചാരിറ്റിയും എല്ലാം ഇപ്പോൾ സ്വയം തൊഴിൽ കണ്ടെത്തലാണ്. ഒരു ബിസിനസ് എന്റർപ്രണർഷിപ്പ് തുടങ്ങുന്ന പോലെ തന്നെയാണ് ഇപ്പോ ഈ പൊളിറ്റിക്സും അങ്ങനെ തന്നെയായി മാറിയിരിക്കുന്നു. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ വീണ്ടും ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെ, ഇപ്പോ പ്രതിപക്ഷം ഇതിനെ ഭരിക്കുന്ന പാർട്ടിയെ എതിർക്കുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല ഒന്നും. അതെന്തുകൊണ്ടായിരിക്കാം എന്നത് ജനങ്ങൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതല്ലേ? ഇതിനൊരു തക്കതായ ഒരു മറുപടി വരും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുക്കണ്ടേ? കാരണം ഈ അടുത്ത കാലത്തായി വന്ന പല സംഭവങ്ങളിലും പ്രതിപക്ഷം വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല. അത് കാണുമ്പോൾ തന്നെ സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്നത് കാര്യം ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലൊരു ധാരണ ശക്തമാണ് എന്ന് ചിന്തിക്കേണ്ടതല്ലേ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയുണ്ട്. അതായത് ഈ പെൻഷൻ പദ്ധതിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 4 വർഷം പൂർത്തിയായവർക്ക് പെൻഷൻ കൊടുക്കാവൂ എന്ന ശമ്പള കമ്മീഷന്റെ ശുപാർശ പോലും ഇപ്പോ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. 4 വർഷമാണെങ്കിൽ പിന്നീട് ഒരു ആൾക്കാരെ ഇവർക്ക് തിരികെ കയറ്റാൻ കഴിയില്ല. 4 വർഷത്തെ സർവീസ് വേണമെങ്കിൽ 5 വർഷം ഇവർ തുടരും. അപ്പോ ആ ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ പോലും അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പെൻഷൻ നൽകുന്ന പദ്ധതി, അല്ലെങ്കിൽ ഇപ്പോൾ ഈ 2 വർഷം കഴിയുമ്പോൾ പേഴ്സണൽ സ്റ്റാഫുകളെ മാറ്റിക്കൊണ്ട് അവർക്ക് പെൻഷന് അർഹത ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറുന്നത്. അല്ല, ഞാൻ വേറൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുന്നു, ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകരും അവർ ചിലപ്പോൾ കമന്റ് ചെയ്യാം, അവർ ഇത് ആത്മകഥ നടത്താം, ഇതൊക്കെ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്. പക്ഷെ ഇത് നിർത്തലാക്കാൻ വേണ്ടി ആരാണ് ഇതിനകത്ത് വേറൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എന്തും ചെയ്യും എന്ന കാര്യത്തിലൊരു സംശയമില്ല. അതെ, നമുക്കറിയാം 2 MLA-മാരുടെ മക്കൾക്കാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആശ്രിത നിയമനം നൽകിയത്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ആശ്രിത നിയമനം സാധ്യമാവുകയുള്ളൂ എന്നിടത്താണ് 2 MLA-മാരുടെ മക്കൾക്ക് ഇത്തരത്തിൽ കോങ്ങാട് MLA ആയിരുന്ന വിജയദാസിന്റെ മകനും അതുപോലെ രാമേന്ദ്രൻ നായരുടെ മകന്റെ അതും സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള അവരെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് അത്തരക്കാരെ ജോലിയിൽ എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത് രാമേന്ദ്രൻ നായരുടെ കോടതി അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വിജയദാസിന്റെയും അതുണ്ടാവും. ആരെങ്കിലും കേസിന് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു വ്യക്തത കുറവുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഏതായാലും രണ്ടിലും ഇത്തരത്തിൽ എന്തും ചെയ്യുന്ന ഒരു സർക്കാരാണ് CPM. നിയമമോ നീതിയോ ഒന്നും അവർക്ക് ബാധകമല്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഏതായാലും ഈ പേഴ്സണൽ സ്റ്റാഫിന്റെ നിയമനത്തിൽ അവർക്ക് പെൻഷൻ കൊടുക്കുന്നത് MLA-മാർക്ക് പോലും പെൻഷൻ കൊടുക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. MLA-മാർ പൊതുപ്രവർത്തനത്തിന് വരുന്നവരാണെങ്കിൽ അവർക്ക് എന്തിനാണ് പെൻഷന്റെ ആവശ്യം? അവർ പൊതുപ്രവർത്തനം നടത്തുക, അതിനുശേഷം ഈ ഉണ്ടാകുന്ന കാലത്ത് തന്നെ ഇവരെ നന്നായി കാശ്. അതിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. MLA-മാരെന്ന് പറയുമ്പോൾ അവർ MLA ആകുന്നതിന് മുന്നേ വർഷങ്ങളോളം അവർ ഈ പൊതുപ്രവർത്തന രംഗത്ത് വരുന്നതാണ്. അവർക്ക് ജീവിക്കേണ്ടേ, അവർക്ക് കുടുംബം ഉണ്ടാവില്ലേ? അപ്പൊ അവർക്ക് അർഹതപ്പെട്ട ശമ്പളം കൊടുക്കണം എന്നുള്ളതും MLA-മാർക്ക് പെൻഷൻ കൊടുക്കുന്നതിലും തെറ്റില്ല. കാരണം അവർക്ക് ജീവിക്കണം. അവർക്ക് അർഹതപ്പെട്ട ശമ്പളം കിട്ടിയില്ലെങ്കിൽ അവർ മറ്റു മാർഗങ്ങൾ. MLA-യും MP-യും ആവുന്നവരുണ്ട്. 2 പെൻഷൻ വാങ്ങിക്കുന്നവരുണ്ടായിരുന്നു. MLA-യുടെയും MP-യുടെയും പെൻഷൻ പലതവണ തീർച്ചയായും ചർച്ചയായ വിഷയങ്ങളാണ്. പക്ഷെ എങ്കിൽ പോലും ഏതായാലും ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. ഈ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് ഈ 2 വർഷം കഴിയുമ്പോൾ മാറ്റി മാറ്റി നിയമിക്കുന്ന ഈ രീതിക്ക് അറുതി വരുത്തേണ്ടതാണ്. ഇപ്പോ ഈ ഒരു യാത്ര വരുന്നുണ്ട് ഇവരുടെ CPM-ന്റെ സർക്കാരിന്റെ ഒരു യാത്ര, സർക്കാരിന്റെ ഈ യാത്രയ്ക്ക് ശേഷം പേഴ്സണൽ സ്റ്റാഫുകളെ മാറും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു അഴിമതിക്ക് സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നടത്തുന്ന ഒരു അഴിമതി എന്ന് വേണം പറയേണ്ടി.